ഹലോ ഫ്രണ്ട്സ്, വെൽക്കം. എന്തുകൊണ്ടാണ് പൈത്തൺ വളരെ ഈസിയാണെന്ന് പറയുന്നത്? ഞാൻ ചെറിയ ഒരു സിമ്പിൾ എക്സാമ്പിൾ കാണിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ സാധാരണ ഒരു പ്രോഗ്രാമിംഗ് പഠിച്ചു തുടങ്ങുമ്പോൾ, ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയാലും നമ്മൾ പ്രോഗ്രാമിംഗ് പഠിച്ചു തുടങ്ങുമ്പോൾ ഫസ്റ്റ് നമ്മൾ ഹലോ വേൾഡ് എന്നുള്ള ഒരു പ്രോഗ്രാമാണ് ചെയ്യുക. ഓക്കെ, ഏറ്റവും ഫസ്റ്റ് നമ്മൾ ചെയ്തു നോക്കുന്ന ഒരു പ്രോഗ്രാം അതാണ്. അപ്പോൾ ആ ഹലോ വേൾഡ് എന്നുള്ള പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മളുടെ സ്ക്രീനിൽ ഹലോ വേൾഡ് എന്ന് എഴുതി കാണിക്കണം. ഓക്കെ, അങ്ങനെ പ്രിന്റ് ചെയ്ത് കാണിക്കുക എന്നുള്ള ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതിനാണ് യഥാർത്ഥത്തിൽ ഈ ഹലോ വേൾഡ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് നമുക്ക് ജാവയില്, C++ല്, അതേപോലെ പൈത്തണില്, ഈ 3 ലാംഗ്വേജിലും ഉള്ള കോഡാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. അത് കണ്ടാൽ തന്നെ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും എത്രത്തോളം സിമ്പിൾ ആണ് പൈത്തൺ എന്നുള്ളത്. ഓക്കെ, അപ്പൊ അതില് പിന്നെ ജാവയിലാണെങ്കിൽ, ജാവ നമുക്കൊരു ഹലോ വേൾഡ് പ്രോഗ്രാം എഴുതുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ക്ലാസ് എഴുതി അതിൽ ഇങ്ങനെ പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ സ്ട്രിങ് ആർഗ്സ് എന്നൊക്കെ എഴുതി, എന്നിട്ട് അതിൽ ഇവിടെ ഒരു ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തു, ഇവിടെ ഒരു ബ്രാക്കറ്റ് എൻഡ് ചെയ്തു, ഇവിടെ ഒരു ബ്രാക്കറ്റ് ആദ്യം സ്റ്റാർട്ട് ചെയ്തു, ഇവിടെ വേറെ എൻഡ് ചെയ്തു. ഇത്രയും കോഡുകൾ ഇപ്പൊ ഒരു 6 ലൈനില് അല്ലെങ്കിൽ ഒരു 5 ലൈനില് കോഡ് ഇവിടെ ഉണ്ട്. അപ്പൊ അതിൽ തന്നെ പലതും നമുക്ക് കൺഫ്യൂസിങ് ആണ്. ഓക്കെ, അങ്ങനെയൊക്കെ ഉണ്ട്. ഇനി ഞാൻ പൈത്തണിലേക്ക് വരാം. പൈത്തണിലേക്ക് വന്നാല് നമ്മൾ ജസ്റ്റ് പ്രിന്റ് ഹലോ വേൾഡ്, ഇത് മാത്രമേ നമുക്ക് ഈ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് പൈത്തണിൽ കോഡ് ആവശ്യമുള്ളൂ. അതോടൊപ്പം നമ്മളിപ്പോ അതിന്റെ കൂടെ നമുക്ക് പിന്നെ C++ലാണെങ്കിൽ എങ്ങനെയാണെന്ന് നോക്കിയാൽ ഇന്റ് മെയിൻ ഇങ്ങനെ എഴുതി std_cout എന്നുള്ള രീതിയിൽ അതിൽ നമ്മൾ ഹലോ വേൾഡ് എന്ന് കൊടുത്തു, എന്നിട്ട് റിട്ടേൺ 0 ഇങ്ങനെ കൊടുത്തു, ഇത് ക്ലോസ് ചെയ്തു. അതിലും നമുക്ക് ഇവിടെ ബ്രാക്കറ്റ് ക്ലോസിങ്, പിന്നെ അതേപോലെ സെമിക്കോളൻ ഇങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. അപ്പൊ അതിലേതെങ്കിലും മിസ്സായാൽ അപ്പൊ നമുക്ക് സിന്റാക്സ് എറർ വരും. ഓക്കെ, അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. പക്ഷെ പൈത്തണിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, പൈത്തണിൽ ഇത്തരത്തിലുള്ള ഈ കോളൻ കണ്ടോ, ഈ കോളൻ ഇങ്ങനെ എല്ലാ ലൈനിനും ഈ കോളൻ കൊണ്ട് അവസാനിച്ചതാണ്. ഇതിവിടെ കോളൻ കൊണ്ട് അവസാനിച്ചു, ഇവിടെ കോളൻ കൊണ്ട് അവസാനിച്ചു, ഇവിടെ കോളനിലാണ് അവസാനിക്കുന്നത്. അപ്പൊ എല്ലാത്തിനും അങ്ങനെ കോളൻ കൊണ്ട് അവസാനിപ്പിക്കണം. അതൊന്നും അത്തരം പരിപാടികളൊന്നും പിന്നെ പൈത്തണിലില്ല. പൈത്തണിൽ നമ്മൾ അത് യഥാർത്ഥത്തിൽ നമ്മുടെ റീഡിങ് ലാംഗ്വേജ്, ഇപ്പൊ ഇംഗ്ലീഷ് നമ്മൾ എങ്ങനെയാണോ എഴുതുന്നത്, നമുക്ക് കോഡ് തന്നെ നമ്മളിപ്പോ ഈ കോഡ് കണ്ടാൽ നമുക്ക് വായിച്ചാൽ പ്രത്യേകിച്ച് മനസ്സിലാവില്ല. ഇതും നമുക്ക് വായിച്ചാല് ഒരാൾ റീഡ് ചെയ്യുന്ന, ഇംഗ്ലീഷിൽ റീഡ് ചെയ്യുന്ന ഒരാൾക്ക് പെട്ടെന്ന് വായിച്ചാൽ അത് മനസ്സിലാക്കാൻ കഴിയില്ല. പക്ഷെ നമുക്ക് ഈ ഒരു കാര്യം വായിച്ചാൽ തന്നെ മനസ്സിലാവും. എന്താണ്? ജസ്റ്റ് പ്രിന്റ് ചെയ്യാൻ പറയുന്നു. പ്രിന്റ് ചെയ്യാൻ എന്താണ് പ്രിന്റ് ചെയ്യേണ്ടത്? പ്രിന്റ് ചെയ്യുന്നത് ഹലോ വേൾഡ് എന്നാണ് നമുക്ക് പ്രിന്റ് ചെയ്ത് കാണേണ്ടത്. ഞാനിതൊന്ന് റൺ ചെയ്ത് നോക്കിയാൽ നമുക്ക് ഇവിടെ കാണാം ഹലോ വേൾഡ് എന്ന് നമുക്ക് പ്രിന്റ് ചെയ്ത് അവിടെ കാണിച്ചു. ഇതേ പേർപ്പസ് ആണ് പിന്നെ ഇവിടെ ജാവയിലും C++ലും ഒക്കെ ചെയ്യുന്നത്. പക്ഷെ ഇത് നമുക്ക് ഒന്നും അറിയാത്ത ഒരാള് വായിച്ചു നോക്കിയാലും പ്രിന്റ് ഹലോ വേൾഡ്, പ്രിന്റ് എന്ത് ചെയ്യണം? ഹലോ വേൾഡ് എന്ന് പ്രിന്റ് ചെയ്യണം. ഇനി വേറെന്തെങ്കിലും കാര്യമാണ് നമുക്ക് പ്രിന്റ് ചെയ്യേണ്ടതെങ്കിൽ ഈ ഹലോ വേൾഡ് എന്ന് ഇവിടെ മാറ്റിയിട്ട് നമുക്ക് വേറൊരു വാല്യൂ, ഇപ്പൊ ഹലോ എന്ന് മാത്രമാണ് വേണ്ടതെങ്കിൽ ഹലോ എന്ന് കൊടുത്തു, ഞാൻ റൺ ചെയ്തു, ഹലോ എന്ന് അവിടെ കണ്ടു. അപ്പോ ഒരാൾക്ക് റീഡ് ചെയ്താൽ തന്നെ കാര്യങ്ങൾ മനസ്സിലാവുന്ന രീതിയിലാണ് പൈത്തണിന്റെ കോഡുകൾ എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ സിംപ്ലിസിറ്റി എന്ന് പറയുന്നത്. അതേപോലെ നമുക്കിവിടെ ഇങ്ങനെ ബ്രാക്കറ്റ് തുടങ്ങി ബ്രാക്കറ്റിൽ അവസാനിച്ചു, ഇവിടെ ബ്രാക്കറ്റ് തുടങ്ങി ബ്രാക്കറ്റിൽ അവസാനിച്ചു, അതൊന്നും നമുക്ക് ഇവിടെ കാണാനില്ല. നമുക്ക് സിമ്പിൾ ആയിട്ട് പിന്നെ ഈ കാര്യങ്ങളൊക്കെ ബ്രാക്കറ്റും അതേപോലെ ഈ തരത്തിലുള്ള ആവശ്യമില്ലാത്ത കോളൻസും ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് വളരെ സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് പൈത്തണിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്. അതേ സന്ദർഭത്തിൽ തന്നെ ഇത് ലോകത്ത് വൈഡായിട്ട്, ലോകത്തിന് ഏറ്റവും കൂടുതലായിട്ട് അല്ലെങ്കിൽ പോപ്പുലർ ആയിട്ട് പിന്നെ എല്ലാ പ്രധാനപ്പെട്ട കമ്പനികളും ഉപയോഗിക്കുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, ഗൂഗിളിന്റെ ഒക്കെ ഒഫീഷ്യൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് പൈത്തൺ എന്നുള്ളത്. അത്രയും അതിന് ഉപയോഗമുണ്ട് താനും. അതേ സമയത്ത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റാവുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് പൈത്തൺ എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത.